Celebrating 50 years. Majestic Jewelers. തിരൂർ നഗരത്തിൽ നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത്. രാത്രിയും പകലും മാർക്കറ്റുള്ള ഒരേ സ്ഥലമാണ് തിരൂർ നഗരം. അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തിരൂർ സെൻട്രൽ ജംഗ്ഷനിലും താഴെപ്പാലത്തും നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷത്തോളമാകുന്നു. കരാറുകാരൻ പണം വാങ്ങിയിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞുമാറുന്നുവെന്നാണ് വ്യാപകമായി പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയാണ് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനായി കരാർ നൽകിയത്. നിരന്തരമായി ഉണ്ടാവുന്ന കളവ് കേസുകൾക്കും ആക്സിഡന്റുകൾക്കും ദൃശ്യങ്ങൾ കണ്ടെടുക്കാനാവാത്തത് പോലീസിനും തലവേദനയായിട്ടുണ്ട്. തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ മാത്രമായി നിരവധിയായ മോഷണങ്ങളും അപകടങ്ങളുമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായത്. സെൻട്രൽ ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നുണ്ടായ തർക്കം വാക്കേറ്റത്തിലും കയ്യാങ്കളിലും എത്തിയതിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നഗരസഭയുടെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്ത വിവരം പോലീസ് അറിയുന്നത്. ഒരു ഓട്ടോറിക്ഷയും ഒരു സർക്കാർ വാഹനവുമായിട്ടായിരുന്നു അവിടെ അപകടം സംഭവിച്ചത്. അതിൽ സർക്കാർ വാഹനം വന്നിട്ട് ഈ ഓട്ടോറിക്ഷയെ ഇടിച്ച് അതിന് കാര്യമായ പരിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പറ്റിയില്ല, പക്ഷേ സർക്കാർ വാഹനത്തിന് പരിക്ക് പറ്റുകയും ആ സർക്കാർ വാഹനം നേരാക്കി കൊടുക്കണം ഓട്ടോറിക്ഷക്കാരെ നേരാക്കി കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ഈ വാഹനത്തിൻ്റെ, അതായത് ആ സർക്കാർ വാഹനത്തിൻ്റെ ഡ്രൈവർ പിടിച്ച സമയത്ത് അപ്പോഴാണ് ആ ക്യാമറ അവിടെ ഉണ്ടല്ലോ, നമുക്കത് പരിശോധിക്കാം എന്നുള്ള നിലക്ക് ആ ക്യാമറ സ്റ്റേഷനിൽ വിളിച്ച് SI വന്നു. അപ്പോൾ അത് വന്ന സമയത്താണ് ആ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സത്യം അന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തൊട്ടടുത്ത സമീപത്തുള്ള വേറെ കടയിൽ നിന്നുള്ള ക്യാമറ എടുത്ത് അതിൻ്റെ CCTV എടുത്തപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലായതും ആ സർക്കാർ വാഹനത്തിലെ ഡ്രൈവർക്കും കാര്യം ബോധ്യപ്പെട്ട് അത് നമ്മുടെ ചാനലുകാരൊക്കെ കവർ ചെയ്തായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഔട്ട് ചെയ്തില്ല, കാരണം അയാൾക്ക് തെറ്റ് ബോധ്യപ്പെട്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ നേരത്തെ പോലെ വളരെ ജാഗ്രതയോടെ തിരൂരിൻ്റെ നഗരം കാക്കാൻ വേണ്ടി ഒരു പരസ്യം സമ്പാദിച്ച് അല്ലെങ്കിൽ അതിൽ കൂടി ഒരു വരുമാനം ഉദ്ദേശിച്ചിട്ട് ചെയ്ത ഒരു പരിപാടി, ഒരു നല്ലൊരു കാര്യം. തിരൂരിന് എല്ലാ നിലക്കും, ഇപ്പോൾ കളവ് കേസായാലും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഇത്തരം ക്യാമറകൾ, അത് പ്രത്യേകിച്ച് നല്ല റെസൊല്യൂഷനുള്ള നല്ല ക്യാമറകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈമിനും ഇവിടെ നടക്കുന്ന പല സംഭവങ്ങൾക്കും ഒരു വലിയ തെളിവാണത്. തെളിവ് മാത്രമല്ല, അത്തരം കാര്യങ്ങളൊക്കെ കുറയും ചെയ്തു. വർക്ക് ചെയ്യണില്ല എന്നറിഞ്ഞാൽ തന്നെ ആളുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലുള്ള സംഭവങ്ങളൊക്കെ പലതും നടക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആളെ തപ്പിപ്പിടിച്ച് അവരെ നേരിട്ട് വിളിച്ചപ്പം 10 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ കൊറോണയുമായി ബന്ധപ്പെട്ട ചില ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാ കമ്പനിക്കും ഉള്ളതുപോലെ തന്നെ ആ കമ്പനിക്കും ഉണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എന്നാലും 10 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിക്കണം, അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാണെന്ന് അഭ്യർത്ഥിക്കണം. രാത്രിയും പകലും മാർക്കറ്റുള്ള ഒരു സ്ഥലമാണ് തിരൂർ നഗരം. അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസന്റും എക്സിക്യൂട്ടീവ് അംഗം MP മൊയ്തുഷയും പറഞ്ഞു. നിരന്തര ആക്സിഡൻറ്റും കളവുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം ക്യാമറകളാണ് തിരൂരിന് ശരിക്ക് ഒരു തുറന്ന കണ്ണായിട്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ആ ക്യാമറ പ്രവർത്തനരഹിതമാണ്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ മാസം 27-നാണ് തോന്നുന്നത് ബഹുമാനപ്പെട്ട ചേംബറിൻ്റെ സെക്രട്ടറി സമദ് പ്ലസന്റ് 10 ദിവസത്തിനകത്ത് ആ ക്യാമറ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നുള്ള ഒരു രൂപത്തിലുള്ള സംസാരമാണ് ഉണ്ടായത്. ഏകദേശം വെറുതെ തിരൂരിൻ്റെ ഏറ്റവും നല്ല ഭാഗത്ത് വെറുതെ ഒരു പരസ്യവുമായിട്ട് ആ ക്യാമറ അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പരസ്യം നൽകിയ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അതിൽ യാതൊരുവിധ റോളും ഇല്ല. അവരിങ്ങനെ ഒരു ക്യാമറ സ്ഥാപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ പരസ്യം വേണമെന്ന് പറഞ്ഞു, അവരതിൻ്റെ പരസ്യം കൊടുത്തു. പക്ഷേ ആ ക്യാമറ പുനഃസ്ഥാപിക്കേണ്ടത് ഈ ഷെഫീഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നല്ല സ്ഥലത്ത് നിൽക്കുന്ന ഇത്തരം സാധനങ്ങൾ ഉപയോഗശൂന്യമായിട്ട് എന്തിനാണ് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.